أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يهاجر في سبيل الله يجد له في الأرض مراغما كثيرا وسعة. ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره إلى الله وكان الله غفورا رحيما. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനമുള്ള സദ്വിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഓരോ ദിനവും നമ്മോടിങ്ങനെ വിട പറയുന്നത് നമ്മുടെ ആയുസ്സിൽ നിന്ന് എണ്ണം കുറയുകയാണ് എന്ന ഉത്തമമായ ബോധ്യം നമുക്കെല്ലാ സമയത്തും ഉണ്ടാവേണ്ടതുണ്ട്. ഇന്നത്തെ പ്രഭാതം സുബഹി നമസ്കരിച്ച പാടെ അറിയാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നു എന്നതാണ്. അള്ളാഹു ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എന്ത് പാപങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടെങ്കിലും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അദ്ദേഹത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചെറിയ ജീവിതമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാം ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയും എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അതിനുള്ള അവസരം ഈ ലോകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് ഖത്തീബ് തഖ്വ കൊണ്ട് ഖത്തീബിനെയും പൊതുജനത്തെയും ഉപദേശിക്കുന്നത്. മുത്തഖിയായി, മുഖ്ലിസായി, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ സഫലമാക്കുകയും ആരോഗ്യവും മാനസികവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മനസ്സിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ബർക്കത്തും നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാടുവിടുന്നവന് ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും വിശാലമായ ജീവിത സൗകര്യങ്ങളും കണ്ടെത്താം. വീട് വെടിഞ്ഞ് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അഭയം തേടി പുറപ്പെട്ടവൻ വഴിയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അവൻ അള്ളാഹുവിൽ അവന് മഹത്തായ പ്രതിഫലമുണ്ട്. അവൻ പരമദയാലുവും പാപങ്ങൾ പൊറുക്കുന്നവനുമാണ്. ഹിജ്റയുടെ ധാരാളക്കണക്കിന് ഉപദേശങ്ങൾ നമ്മൾ വ്യത്യസ്ത ക്ലാസ്സുകളിലൂടെയും ഖുത്ബകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ ഹിജ്റയും മൂസാ നബിയുടെ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതും മൂസാ നബിൻ്റെ എതിരാളികൾ അള്ളാഹു മുക്കിക്കൊല്ലുന്നതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയും അനുബന്ധമായ കാര്യങ്ങളും പ്രവാചകന്റെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവും ഒക്കെയാണ് ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം. ഇന്ന് നമുക്ക് ഇതിന് വല്ല സാധ്യതയുമുണ്ടോ, അല്ലെങ്കിൽ ഈ സംഭവങ്ങളും നമ്മളുമായി വല്ല ബന്ധവുമുണ്ടോ? ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മ വരുന്നത് മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തെയും കൊണ്ട്
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി വടിയടിച്ച് കടൽ പിളർത്തി മറികടന്ന ആളുകൾ തിരിഞ്ഞു നിന്ന് ഫറോവയും കൂട്ടരും മുങ്ങിച്ചാകുന്നത് നോക്കി നിന്ന ആളുകൾ, ഫറോവയും കൂട്ടരും വെള്ളം കുടിച്ചു മരിക്കുന്നത് നോക്കി നിന്ന ആളുകൾ. പിന്നീട് അവരവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം അവരെയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് അവിടെ ചെന്ന് അവിടെ വെച്ച് അവർക്ക് അള്ളാഹുവും മന്നയും സെൽവയും പണിയൊന്നും എടുക്കണ്ട, ഒരു പണിയെടുക്കണ്ട. സമയാകുമ്പോ സൂറത്തുൽ മാഇദയിൽ ആ സംഭവം പറയുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണം ഇങ്ങനെ വരും, നല്ല ഭക്ഷണം, മനോഹരമായ ഭക്ഷണം. വീട് അവർക്ക് ഉണ്ടാക്കണ്ട, മേഘം അവർക്ക് തണലിട്ട് കൊടുക്കും. അങ്ങനെ ഈ ലോകത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മനോഹരമായ അനുഗ്രഹം നൽകിയ സമൂഹം. അവിടെ കുറെ കാലൊക്കെ തന്നെ ജീവിച്ച് അവിടുത്തെ രസങ്ങളൊക്കെ അനുഭവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അവര് ചോദിക്കത്ര അള്ളാഹിന്റെ റസൂലിനോട്, ഇജാലന ഇലാഹൻ കമാലഹും മാലിഹ, ഞങ്ങൾക്കും വേറൊരു ദൈവത്തിനെ കിട്ടുമോ? കാണുന്നൊരു ദൈവം അള്ള ഉണ്ട്, അള്ള ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, വേറെ ദൈവത്തെ കൂടി ഞങ്ങൾക്ക് ശരിയാക്കി തരുമോ? മൂസാ നബിയോട് ചോദിക്കാൻ. അതുവരെ കിട്ടുന്നതൊന്നും അവർക്ക് പോരാ, കിട്ടുന്നതിന് വിലയുമില്ല. പിന്നീട് സാമിരി, അദ്ദേഹം തൗറാത്ത് വാങ്ങാൻ പോകുന്ന സമയത്ത് സാമിരി ഒരു പശുവിനുണ്ടാക്കുന്നുണ്ട്. പശുവിന്റെ പൂജയും പശുവുമായി ബന്ധപ്പെട്ട ചർച്ചയും ലോകത്ത് ആദ്യമായി കൊടുന്നത് അവരാ. മൂസാ നബി വന്നപ്പോഴേക്കും നാട്ടുകാരൊക്കെ നാശായി, എല്ലാവരും പശുവിന്റെ ആരാധകരായി, സ്വർണ്ണ പശുവിന്റെ. ഖുർആൻ അതെടുത്ത് പറയുന്നുണ്ട്. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് അവരെ, നമുക്ക് ഇവിടെയല്ല ജീവിക്കേണ്ടതെന്നും ഇതല്ല നമ്മുടെ ശരിക്കുള്ള നാടെന്നും നമ്മൾ പോവേണ്ട ചില സ്ഥലങ്ങളുണ്ടെന്നും അവിടേക്ക് നിങ്ങൾ വരേണ്ടതുണ്ടെന്നും വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ ക്ഷണിച്ച സമയത്ത് അവരെല്ലാരും കൂടി വട്ടം കൂടി യോഗം കൂടി മൂസാ നബിന്റെ അടുക്ക് വന്നിട്ട് പറയണേ, ഞങ്ങളില്ല. ഒന്നാമത് ഇവിടെ ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആവും. നേരത്തിനും കാലത്തിനും ഇവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തണലൊക്കെ കിട്ടി നല്ല സുഖമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതുകൊണ്ട് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹുന ഖാഇദൂൻ, ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ മാഇദ. നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോ, പോരാടിക്കോ, ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല, ഞങ്ങളിവിടെ നിന്നോളും. കുട്ടികളെ നോക്കണം, മക്കളെ നോക്കണം, ഭക്ഷണം വരും, അത് കഴിക്കണം, ബാക്കി എടുത്തു വെക്കണം, പാത്രം കഴുകണം, അങ്ങനെ ഞൊണ്ടി ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിൽക്കാൻ തീരുമാനിച്ചു. മൂസാ നബി എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, എന്തൊരു കഷ്ടമാണ് ഈ മനുഷ്യരെ കൊണ്ട്. എതിരാളികളായ ആളുകൾ, നിഷേധികളായ ആളുകൾ അവരെ കൺമുമ്പിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായ മനുഷ്യനും അവന്റെ സംഘവും കടലിൽ മുങ്ങിച്ചാകുന്നത് കൺകുളിർമയോടെ കണ്ട ഒരു സമൂഹം, വെള്ളം കുടിച്ചു മരിച്ച സമൂഹം. മൂസാ നബിന്റെ ഈ ജനതയെ അള്ളാഹു വെള്ളം കിട്ടാതെ, ഒരു തുള്ളി വെള്ളമില്ലാതെ, മന്നയില്ലാതെ, സെൽവയില്ലാതെ, വെളിച്ചമില്ലാതെ, വൈക്കോൽ പോലെ, ചവച്ചരച്ച വൈക്കോൽ പോലെ ആ പ്രദേശത്ത് അവർ ചത്തുകൂടു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഞാനിന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം, നമുക്കൊരു ഹിജ്റ പോയാലോ എന്നാണ്. മഹലിന്റെ നേതൃത്വത്തിലായാലും കുഴപ്പമൊന്നുമില്ല, ആരൊക്കെ ഉണ്ടാകും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരന്മാരിൽ എത്ര ആളുകൾക്ക് ഒഴിവുണ്ടാകും? പറ്റുകയാണെങ്കിൽ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ലിസ്റ്റ് കൊടുത്താൽ നന്നായിരിക്കും. നമുക്കൊരു ഹിജ്റ പോയാലോ? സ്വർഗത്തിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, പ്രവാചകന്റെ മാർഗത്തിൽ. നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരല്ലല്ലോ, നമ്മളെ കയ്യിലുള്ളതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഇന്ന് രാവിലെ ആ കുട്ടി അപകടം പറ്റൂലല്ലോ. അള്ള പറയണില്ല ഇങ്ങോട്ട് പോരെന്ന്, മതി നീ ജീവിച്ചതെന്ന് പറയണല്ലോ. നമ്മളോട് അങ്ങനെ പറയുമല്ലോ, നമുക്ക് പോകേണ്ടി വരുമല്ലോ. ഇന്നലെ ഈ സമയത്ത് ആ കുട്ടി നല്ല സുന്ദരനായി ബൈക്ക് ഓടിക്കുന്ന മകനാണല്ലോ. വേറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോകുന്നുണ്ടല്ലോ. നമുക്കൊക്കെ അങ്ങനെ സംഭവിക്കുമല്ലോ. നമുക്കും ഒരു ഹിജ്റ പോയാലോ? ഹിജ്റ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മക്കയും മദീനയുമാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അവിടെ സന്ദർശിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ഹിജ്റയെ അനുസ്മരിക്കുന്നവരാണ്, അതിന്റെ കഥ കേൾക്കുന്നവരാണ്, അതിന്റെ സംഭവങ്ങൾ അന്വേഷിക്കുന്നവരാണ്, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സും പൊതു ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കുന്നവരാണ്.
ഒരു ദേശത്യാഗം എന്നത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ ചരിത്ര വിദ്യാർത്ഥി ഹിജ്റയെ കുറിച്ച് ആലോചിക്കുന്നത്. ദേശത്യാഗം. യഥാർത്ഥത്തിൽ മക്കയും മദീനയും മാത്രമാണോ ഹിജ്റ? എല്ലാ പ്രവാചകന്മാരും ഹിജ്റ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും അതാത് കാലത്തെ നാട്ടിൽ അവരാഗ്രഹിക്കുന്ന ആദർശത്തിന്റെ പൂർത്തീകരണത്തിന് മണ്ണൊരുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർക്ക് പറ്റുന്ന നാട്ടിലേക്ക്, പറ്റുന്ന പ്രദേശത്തേക്ക് നടന്നും കാൽനടയായും യാത്ര ചെയ്തും വണ്ടിയിൽ കയറിയും ഒക്കെ അവർ പോയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരു പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മക്കയും മദീനയും നാടുകൾ മാത്രമല്ല എന്ന് ഞാൻ പറയാം. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന രണ്ട് പ്രതീകങ്ങളാണ് മക്കയും മദീനയും. മക്ക പരീക്ഷണങ്ങളുടെ തീജ്വാലയാണ്. പ്രവാചകന്റെ 13 വർഷക്കാലത്തെ പ്രയാസങ്ങൾ നിറഞ്ഞ, കണ്ണീര് നിറഞ്ഞ, രക്തമൊലിക്കുമാറ് കണ്ണീരിന് പകരം ഭീകരമായ പ്രയാസങ്ങൾ നേരിട്ട 13 വർഷക്കാലഘട്ടം. പരീക്ഷണങ്ങളുടെ തീജ്വാല. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടാവും. ഏതൊരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലും അങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടാവും. ഏതൊരു സംഘടനയുടെ പ്രവർത്തനത്തിലും അങ്ങനത്തെ ഘട്ടം ഉണ്ടാകും. ഒരു സമുദായത്തിന്റെ പ്രവർത്തനത്തിലും അങ്ങനത്തെ ഘട്ടം ഉണ്ടാകും. മദീന പക്ഷേ പ്രതീക്ഷകളുടെ ആശ്വാസത്തിന്റെ തെളിനീരാണ്. അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മക്ക തീയിൽ മുളച്ച അനുഭവത്തിന്റെ വിത്തുകളാണെങ്കിൽ മദീന ആ വിത്തുകൾ മുളപ്പിച്ചെടുത്ത നന്മയുടെ വിളനിലമാണ്, കൃഷിഭൂമിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു തരത്തിൽ മക്ക മാർഗമാണെങ്കിൽ മദീന നമ്മുടെ ലക്ഷ്യമാണ് എന്ന് കാണാൻ കഴിയും. മക്ക സഹനമാണെങ്കിൽ മദീന ത്യാഗവും പ്രതീക്ഷയും നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മക്ക നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? ഏറ്റവും വലിയ സന്ദേശം ഒരു നാടും ഒരു മനുഷ്യനും ശാശ്വതനല്ല എന്നതാണ്. നമുക്ക് ഈ നാട്, ആലത്തൂർ പ്രദേശം നമുക്ക് ശാശ്വതമല്ല. പോവേണ്ടി വരും ഇവിടുന്ന്, ഏതെങ്കിലും അർത്ഥത്തിൽ ഇവിടുന്ന് പോവേണ്ടി വരും. ഒരു നാടും ഒരു മനുഷ്യനും ശാശ്വതമല്ല. മദീന നൽകുന്ന സന്ദേശം എന്താ അറിയോ? ഏത് ഒറ്റപ്പെട്ട മനുഷ്യനും, അകറ്റി നിർത്തപ്പെട്ടവനും, ആക്രമിക്കപ്പെട്ടവനും, പ്രകോപനങ്ങൾക്ക് ഇരയായി പോകുന്നവനും, അഭയാർത്ഥിയായി ജീവിക്കുന്നവനും എന്നെങ്കിലും കാലത്ത് കയറിയിരിക്കാൻ ഒരു അത്താണിയും വഴിയമ്പലവും ഉണ്ട് എന്ന പ്രതീക്ഷയാണ് മദീന നമുക്ക് നൽകുന്നത്. നമ്മുടെ നാട് ഇന്ത്യ, നമ്മുടെ കേരളം മക്കയോ മദീനയോ? അങ്ങനെ ഒന്ന് ആലോചിക്കാലോ. ഇവിടുന്ന് കുറച്ച് ആളുകളുമായി ഹിജ്റ പോകുമ്പോൾ അങ്ങനെ ചിന്ത നമുക്ക് വേണമല്ലോ. ഒരു കാലത്ത് നമ്മുടെ നാട് മക്കയായിരുന്നു, പിന്നീട് നമ്മുടെ നാട് മദീനയായി. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അന്ന് അറേബ്യയിൽ നിന്ന് ഇവിടെ കച്ചവടത്തിന് വേണ്ടി വരികയും ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവരെ ഏറ്റെടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും കച്ചവടത്തിൽ കൃത്രിമമില്ലാത്ത, കളവ് പറയാത്ത, ആരെയും പറ്റിക്കാത്ത, ആരെയും വഞ്ചിക്കാത്ത, എല്ലാവരും ആദരവുള്ള, ഐക്യമില്ലാത്ത പരസ്പര സ്നേഹത്തിന്റെ ആ മനുഷ്യരെ കണ്ടപ്പോ ഇവിടെയുള്ള ആളുകൾ അവരെ സ്വീകരിച്ചു. അവർക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഇവിടെ ജീവിക്കാനും കച്ചവടം ചെയ്യാൻ അവസരം കൊടുത്തു. ആ കാലത്ത് ശരിക്കും നമ്മുടെ നാട് ഒരു മദീന തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും. പിന്നീട് 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ചതും മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട് മക്കയുടെ അവസ്ഥയിലാണ്. നമ്മൾ വീണ്ടും ആക്രമിക്കപ്പെടുകയാണ്, നമ്മൾ വീണ്ടും ഇരയാക്കപ്പെടുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്, നമ്മുടെ എന്ത് പദങ്ങളും പ്രശ്നമാണ്, നമ്മുടെ ഏത് ആയത്തുകളും ഹദീത്തുകളും പ്രശ്നമാണ്. NRC അടക്കം, CA അടക്കം, UAP അടക്കം ഇവിടെ നിലവിൽ വന്നതും നടപ്പിൽ വരുത്തുന്നതും അതിനുവേണ്ടി വട്ടം കൂടുന്നതും ഒക്കെ ഈ സമുദായത്തെ ആക്രമിക്കാൻ വേണ്ടിയാണ്, ഈ സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ്. മുസ്ലിം വിമുക്ത രാജ്യം സ്വപ്നം കാണുന്ന ഭരണാധികാരികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. മുസ്ലിം വിമുക്ത ഇന്ത്യ അനധികൃതമായി അർഹതയില്ലാതെ നേടുന്നു എന്ന് ഒന്നും കിട്ടാതിരിക്കുമ്പോഴും നമ്മെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇപ്പോ യഥാർത്ഥത്തിൽ മക്കയുടെ അവസ്ഥയാണ്. മക്ക ചിലപ്പോൾ മദീനയാകും, ചിലപ്പോൾ മദീന വീണ്ടും മക്കയാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. എന്ന് പറഞ്ഞാൽ ഹിജ്റ ഒരു തുടർ പ്രക്രിയയാണ്. സത്യത്തെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ, ആദർശത്തിന്റെ സാക്ഷാത്കാരം ഭൂമിയിൽ സാക്ഷിയാവണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ വളക്കൂറുള്ള മണ്ണുകൾ തേടിയുള്ള യാത്ര എല്ലാ കാലത്തും അനിവാര്യമാണ്. ആ അർത്ഥത്തിൽ ഹിജ്റ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമുക്ക് ഒരു ഹിജ്റ പോയാലോ? നമ്മൾ ഹിജ്റ പോകുമോ? നിങ്ങൾ ആരൊക്കെ ഉണ്ടാകും? എൻ്റെ 10 സെന്റ് സ്ഥലവും വീടും വീടിന് മുമ്പിലുള്ള റോഡിന്റെ വക്കിലുള്ള കച്ചവടവും വിട്ടുപോകുമോ? മക്കളെ വിട്ടുപോകാൻ പറ്റുമോ? വിട്ടുപോയാൽ വാടക കെട്ടിടത്തിന്റെ വാടക ആര് പിരിക്കും?
എൻ്റെ മൊബൈൽ ഷോപ്പ് അതിരാവിലെ ആര് തുറക്കും? എൻ്റെ കച്ചവടങ്ങൾ ആര് നോക്കും? എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എന്ത് ചെയ്യും? മക്കളടക്കം മരുമക്കളടങ്ങുന്ന കുടുംബ സംവിധാനത്തിന്റെ വരുമാന മാർഗങ്ങൾ ആര് കൈകാര്യം ചെയ്യും? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരൂലേ? നമ്മൾ എങ്ങനെ പോകും? നമുക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് പോകേണ്ടി വരൂലേ? അള്ളാഹ് നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചാൽ കഴിഞ്ഞില്ലേ? പിന്നെ കച്ചവടം ആരും നോക്കും? കുട്ടികളാരും നോക്കും? എത്രയോ പിഞ്ചു മക്കൾ ഇട്ടുകൊണ്ട് ചില വാപ്പന്മാർ യാത്ര പോകുന്നില്ലേ? എത്രയെത്ര യാത്രകൾ നമ്മുടെ മുമ്പിലുണ്ട്. കയ്യും കാലും കൂട്ടിക്കെട്ടി മൂക്കിൽ പഞ്ഞി വെച്ച് ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന യാത്രയും നമുക്ക് ചെയ്യേണ്ടതല്ലേ? നമുക്കിവിടെ വിട്ടുപോകാൻ കഴിയില്ല. വേരുകൾ പിഴുതു വേണം ഹിജ്റ ചെയ്യണമെങ്കിൽ. പക്ഷെ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളിങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ വെയിലും മഴയും ഒക്കെ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു മരത്തണലിലെത്തി. ഒരു മരത്തണലിൽ നമ്മളെത്തി. നല്ല തണലുള്ള മരം. നമ്മളവിടെ ഇരുന്നു. അല്പം നമ്മൾ വിശ്രമിച്ചു. ഒരു പഴയ തുണി കൊണ്ട് നമ്മളൊരു തൊട്ടിൽ കെട്ടി. ആ തൊട്ടിയിൽ നമ്മുടെ കുട്ടിയെ കിടത്തി. കുട്ടി ഉറങ്ങി, നമ്മളും ഉറങ്ങി. അങ്ങനെ ആ മരത്തണൽ തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് നമ്മൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആ മരച്ചോട്ടിൽ നട്ടു വളർത്തി നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ പോക്കിനിടയിൽ ഞാൻ മരിക്കേണ്ടവനാണല്ലോ റബ്ബേ, ഞാൻ മരിക്കേണ്ടവനാണല്ലോ. ചലനമില്ലാതെ എൻ്റെ വീട്ടിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തെരുവിലോ റോട്ടിലോ കിടക്കേണ്ടവനാണ് എന്ന ബോധ്യം പോലും നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു തരത്തിലെങ്കിലും മരണമെന്ന ഹിജ്റയെങ്കിലും നടക്കേണ്ടതാണ് എന്ന ഓർമ്മ നമുക്ക് ഇല്ലാതെയായി. മഹാനായ മുഹാജിർ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ മുഹാജിർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്. നീ ദുനിയാവിൽ ഒരു യാത്രക്കാരനാട്ടോ, ഇവിടെ സ്ഥിരം താമസിക്കുന്നവനല്ല. നീ ഒരു വഴിയാത്രക്കാരനാണ്. ഒരു വഴിയാത്രക്കാരൻ തന്റെ കയ്യിൽ കരുതുന്ന പാഥേയങ്ങൾ മാത്രമേ നിന്റെ കയ്യിലുള്ളൂ. ആ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. നീ അവിടെ ജീവിക്കേണ്ടവനല്ല. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. നീ ഒരു പരദേശിയാണ്, ഒരു യാത്രക്കാരനാണ്. കണ്ണു നിറഞ്ഞ് പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു പറഞ്ഞത്രേ, മാലി അന വദ്ദുന്യ. എനിക്ക് എന്തിനാണ് ഈ ദുന്യാവ്? ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യം? എന്റെ ദുന്യാവ് എന്തിന്? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത അശ്ശജറ ثم راح وتركها. യാത്രക്കിടയിൽ ക്ഷീണം വന്നപ്പോ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നതിനെ പോലെ മാത്രമാണ് ഞാനത് ഒഴിവാക്കി പോവണ്ടേ? ഞാൻ അതിനല്ലേ പോകുന്നത്? എനിക്കൊരു ലക്ഷ്യമില്ലേ? ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കേണ്ടതല്ലേ? എൻ്റെ മക്കളെയും കുട്ടികളെയും ഒക്കെ കരയിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എല്ലാ അർത്ഥത്തിലും അങ്ങേറ്റം പ്രയാസപ്പെട്ട് ജീവിച്ച് അതൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക്, ദാറുൽ ഖുൽദിലേക്ക്, ശാശ്വതമായ വീട്ടിലേക്ക് ഞാൻ പോവേണ്ടതല്ലേ എന്ന ഓർമ്മ മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയും, നമ്മുടെ മനസ്സിൽ എപ്പോഴും മുഹാജിർ ആവുക എന്ന ഒരു ചിന്ത ഉണ്ടാവേണ്ടതാണ്. എപ്പോ വേണമെങ്കിലും നമ്മൾ പുറപ്പെടേണ്ടി വരും. എപ്പോ വേണമെങ്കിലും നമ്മൾ ഹിജ്റ ചെയ്യേണ്ടി വരും. സൗർ ഗുഹയെ പോലത്തെ ഒരു ഇടത്താവളം നമുക്കുണ്ട്. അതാണ് നമ്മുടെ നാട്, അതാണ് നമ്മുടെ ആലത്തൂർ. ഈ മുറിയിൽ കുറെ കാലം ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ ഹിജ്റ പോകുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഗുഹയിൽ പൗരത്വം നിഷേധിക്കപ്പെട്ട ആളുകളെ കാണും. അവർക്ക് വീടില്ല, അവർക്ക് കുടുംബമില്ല, അവരുടെ കയ്യിൽ ഭക്ഷണമില്ല. അവരെ ഗവൺമെന്റ് നിഷേധിച്ച് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ ആ വഴി പോകുമ്പോൾ ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കാണാൻ പറ്റും. അവർക്കും വീടുകളില്ല, എല്ലാം തകർക്കപ്പെട്ടിരിക്കുകയാണ്. കിങ്കര രാഷ്ട്രീയം, അന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും ഇല്ലായ്മ ചെയ്ത ഫലസ്തീനിലെ മക്കളെ നമുക്ക് കാണാൻ പറ്റും. മണിപ്പൂരിലെ ഉമ്മപെങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റും, ഉടുതുണിയില്ലാത്ത പാവങ്ങളെ. കാശ്മീരിലെ പെൺകുട്ടികളെ കാണാൻ പറ്റും. ചെയ്ത തെറ്റെന്തെന്നറിയാത്ത വിചാരണ തടവുകാരായ ജയിലിൽ ജീവിക്കുന്ന നമ്മളെ പോലത്തെ പച്ച മനുഷ്യരെ നമ്മുടെ യാത്രക്കിടയിൽ, നമ്മുടെ ഹിജ്റക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ജാമ്യം ലഭിച്ചെങ്കിലും ഇന്നും മരണത്തെ പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന നിഷ്കളങ്കനായ പാവപ്പെട്ട അബ്ദുൽ നാസർ മഅദനി എത്ര കൊല്ലം ജയിലിൽ കടന്ന് എന്താണ് ചെയ്ത തെറ്റ്? അദ്ദേഹത്തെ പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. അവരൊക്കെ ഹിജ്റക്ക് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയവരാണ്. നജീബിനെ കുറിച്ചും സക്കരിയെ കുറിച്ചും നിങ്ങൾ ഓർക്കാറുണ്ടോ? എന്താ അവരൊക്കെ ചെയ്ത തെറ്റ്? എവിടെ നജീബ്? എത്ര കാലമായി ഒരു ആ മകന് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ പറയുന്നത്, നമുക്കും ഒരു ഹിജ്റ പോയാൽ എന്താ? സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് പോവേണ്ടി വരും. ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ പോകേണ്ടി വന്നാൽ നമ്മൾ എന്തു പറയും? മൂസാ നബി അലൈഹിസ്സലാം സമുദ്രത്തിന്റെ വഴിയിലെത്തുന്ന സമയത്ത് എതിരാളികളായ ശത്രുക്കൾ പുറകിലുള്ള സമയത്ത് ആളുകൾ പറഞ്ഞല്ലോ, നമ്മളെപ്പോലത്തെ നാട്ടുകാര്
ഇന്നാല മുദ്റക്കൂൻ, നമ്മൾ പെട്ടല്ലോ, നമ്മൾ കുടുങ്ങിപ്പോയല്ലോ, ഇനി ഒരു രക്ഷയില്ല. ഒന്നിരിക്കെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഫറോവയുടെ ശത്രുക്കളുടെ വാളിനിരയാവുക, അല്ലെങ്കിലോ അവരെ കൂട്ടത്ത് കൂടുക. മൂസാ നബി പറഞ്ഞല്ലോ, കല്ലാ ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. അങ്ങനെ പറയാൻ, അങ്ങനെ പറഞ്ഞ് നേതൃത്വം കൊടുക്കാൻ നമുക്കൊന്നൊരു നേതാവുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ അനുസരിക്കാൻ പറ്റുന്ന അനുയായികളുണ്ടോ? അത് ഹൃദയത്തെ സ്വാധീനിക്കാനും ഹൃദയത്തെ സ്വാംശീകരിക്കാനും പറ്റ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? സത്യത്തിൽ നമ്മൾ എവിടെയാണ്? ഞാൻ പറയുന്നത് ആദർശ വഴിയിലെ പ്രവാസികളാവാൻ നമുക്ക് സാധിക്കണം. ആദർശ വഴിയിലെ പ്രവാസികളാവുക അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ ജീവിതമാണ്. ഈ ജീവിതം എപ്പോ വേണേലും കഴിയും. ഇപ്പൊ ഈ ജുമ കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം അഴിച്ചെടുക്കാൻ ചിലപ്പോൾ വേറെ ആള് വരേണ്ടി വരും. ഖതീബാണ് കാല് എന്ന് പറയണമെന്നും കാര്യം ഉണ്ടാവില്ല. അല്ല തിരിച്ചു വിളിച്ചാൽ എനിക്ക് സൂറത്തുൻ നിസായിൽ ദുഷ്ടന്മാരുടെ ആത്മാവിന് വിചാരണ ചെയ്യുന്ന സമയത്ത്, ദുഷ്ടന്മാരുടെ ആത്മാവിന് വിചാരണ ചെയ്യുന്ന സമയത്ത് മലക്കളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് എന്നോട് നിങ്ങൾ ചോദിക്കുന്നത്. ഫീമ കുന്തും, നിങ്ങളൊക്കെ എവിടെയാണ്? നിങ്ങളൊക്കെ നിലപാടെന്താണ്? എന്താ നിങ്ങൾ ഈ ദുനിയാവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുള്ളത് ജീവിതത്തെ കുറിച്ച്? എന്തൊരു സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തൊരു ഇഷ്ടങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തൊരു സന്തോഷകരമായ ജീവിതമാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്? ഫീമ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നു? ഈ ലോകത്ത് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോ, ആളുകൾ പ്രയാസപ്പെടുത്തിയപ്പോ, പാപങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ, മുസ്ലിം സമുദായത്തെ അക്ഷരാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ നിസ്സംഗരായി നോക്കി നിന്നു. നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഫലസ്തീനുകൾക്ക് വേണ്ടി ശബ്ദിച്ചില്ല. നിങ്ങൾ ഇരകൾക്ക് വേണ്ടി ശബ്ദിച്ചില്ല. നിങ്ങൾ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പോലുമില്ല. ഫീമ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? നമുക്കൊരു മറുപടി ഉണ്ട്. അന്നും പറയത്തില്ല മറുപടി. നാളെ പരലോകത്ത് വെച്ചിട്ട് കുന്നാ മുസ്തദ്അഫൂന ഫിൽ അർള്, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. ഞങ്ങളെ റേഷൻ കാർഡ് നീലക്കാർഡായിരുന്നു, അല്ലെങ്കിൽ വെള്ളക്കാർഡായിരുന്നു, OBC പെട്ട ആളുകളായിരുന്നു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലാഖമാർ ഈ മനുഷ്യരോട് പറയുമത്രേ, അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫിഹാ. അള്ളാഹിന്റെ ഭൂമി വിശാലമായിരുന്നല്ലോ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് പോകാമായിരുന്നല്ലോ. എന്ത് പറയും ആ സമയത്ത്? നമ്മുടെ 10 സെന്റ് സ്ഥലവും വീടും നമ്മുടെ സംവിധാനവും ചുറ്റുപാടും വിട്ടുപോകാൻ പറ്റില്ല. അതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ എഴുത്തുമുറിയിൽ ഒരാണി, ആ ആണിയിൽ ഒരു സഞ്ചി തൂക്കിയിരുന്നത്ര. എനിക്ക് വളരെ കൗതുകം തോന്നിയ, മനസ്സിൽ വല്ലാതെ സ്പർശിച്ച ഒരു ഭാഗം. ആ സഞ്ചിയിൽ ഒരു കൂട്ടം ഡ്രസ്സും ഒരു കുറെ പേപ്പറും അല്പം പേനയും അത്യാവശ്യ സാധനങ്ങളും. ആരോ ഒരാൾ ചോദിച്ചത്ര, എന്താണിത്? ഇവിടെ എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും, ഏത് സമയത്ത് ഇറങ്ങേണ്ടി വന്നാലും ആ സഞ്ചി എടുത്ത് ഇറങ്ങണം എന്നത് കൊണ്ടാണ്. ചിലപ്പോൾ അഭയാർത്ഥിയായിട്ട് ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും, ചിലപ്പോ സമരഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ മരണത്തിലേക്കും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 5 or 6 ആളുകൾ മരണപ്പെട്ടു. അധിക മരണവും സുബൈ നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന സഹോദരൻ ഇന്നൊരു മരണം കേട്ടോ. ഓരോ ദിവസവും നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച ശരിക്കും നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. ഉള്ളുകൊണ്ട് ആഗ്രഹിക്കും ഇന്ന് ആരും മരിക്കരുത് എന്ന്. രാവിലെ ഇന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഒരു കുഞ്ഞു മകന്റെ, സ്വപ്നങ്ങളുള്ള മകന്റെ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ മകന്റെ മരണ വാർത്തയാണ്. ആ മകനും ഹിജ്റ ചെയ്തു. അവനത് ആഗ്രഹിച്ചിട്ടുണ്ടാവുകയില്ല, അവനത് ആലോചിച്ചിട്ടുണ്ടാവുകയില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ആലോചനയിലെങ്കിലും നമ്മുടെ ചിന്തയിലെങ്കിലും ഞാൻ ഇവിടുന്ന് പോകേണ്ടവനാണെന്ന് ഹിജ്റയുടെ ബോധം. ഒരുപക്ഷെ ഭൂമിശാസ്ത്രപരമായ ഹിജ്റയ്ക്ക് ഒരു സാധ്യതയും ഇപ്പൊ ഇല്ല എന്ന് പറയും. നമ്മൾ എങ്ങോട്ട് പോകും? മഹലിന്റെ നേതൃത്വത്തിൽ നമ്മൾ പോവാന്ന് വിചാരിക്കും. എവിടെ പോകും? പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? എന്താ അവിടുത്തെ അവസ്ഥ? അതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായ ഹിജ്റയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. എവിടെ ചെന്നാലും അഭയാർത്ഥികളാക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മുടെ മനസ്സിൽ ഒരു ഹിജ്റ രൂപപ്പെടണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടത്തവനല്ല, ഞാൻ ഇവിടെ ജീവിക്കുന്നവനല്ല. യഥാർത്ഥത്തിൽ എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ കുടിലും എൻ്റെ സന്തോഷവും എനിക്ക് വേണ്ടി എൻ്റെ റബ്ബ് ഒരുക്കിയിട്ടുള്ള നാളെ പരലോകത്തെ സ്വർഗഭൂമിയാണ് എന്ന ഓർമ്മയുള്ളവൻ, എന്ന ചിന്തയുള്ളവൻ മരിക്കുന്ന സമയത്ത് വെപ്രാളുണ്ടാവില്ല, ബേജാറുണ്ടാവില്ല. കാരണം അത് പ്രതീക്ഷിച്ചതാണ്.
വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി ثم يدركه الموت فقد وقع اجره على الله. ഈ ലോകത്തുനിന്ന് എല്ലാ സമയത്തും മരിച്ചു പോകും, ഞാൻ മരിച്ചു പോകണ്ടാനാണ്. അല്ല, ഇതെന്താ അങ്ങനെ പറയണേ? അതെന്താ അറിയോ, എനിക്ക് എന്നോട് എതിര് പറയാൻ കുറെ ഉണ്ട്, ഞാൻ പറയാത്തതേ ഞാൻ മരിച്ചു പോകണ്ടാനാണല്ലോ. അല്ല, കുറെ കാലമായാലും എന്നോട് പിണങ്ങിയിട്ട് എന്നെന്താ മുണ്ടിയത്? മുണ്ടാൻ കാരണമുണ്ട്, ഞാൻ മരിച്ചു പോകണ്ടാനാണല്ലോ. കിട്ടാക്കടം വീട്ടുമ്പോഴത് പറയണം. ദുനിയാവിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഓരോ കച്ചവടവും, ഓരോ ബിസിനസ്സും, ഓരോ ഇടപാടുകൾ നടത്തുമ്പോൾ പടച്ചവനെ ഞാൻ മരിക്കേണ്ടവനാണല്ലോ. നാളെ ഈ ഇടപാടിന്റെ ബാക്കി കാര്യങ്ങൾ പറയേണ്ടത് ചിലപ്പോ എന്റെ മയ്യത്ത് പള്ളിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് എന്റെ കുടുംബക്കാരെന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ എനിക്കത് അറിയില്ലല്ലോ. ഇന്നെന്താ എന്നില്ലാത്തൊരു പൊരുത്തപ്പെടിക്കേണ്ടി വരും. ഞാൻ ആലോചിക്കുകയാണ്, ഞാനിവിടെ ജീവിക്കേണ്ടവനല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രവാസിയാവാൻ, ഈ ഭൂമിയിൽ തന്നെ എന്നും ജീവിക്കുന്നവരാണെന്നുള്ള വിചാരണ മാറ്റിയെടുക്കാൻ, യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ പരലോകത്താണെന്ന് ഏറ്റവും ഒടുവിലെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കാൻ നമുക്കങ്ങനെ ജീവിക്കാൻ സാധിക്കേണ്ടതാണ്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ പോകും. കൊടീശ്വരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ കയ്യിലൊന്നുമില്ല. കോടീശ്വരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോട്ടങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കഥ, ചരിത്രം നമുക്കറിയാം. മദീനയിൽ ചെന്നതിന് ശേഷം അൻസാറുകളായ ആളുകൾ എല്ലാം അവർക്ക് വിട്ടുകൊടുത്തപ്പോ അബ്ദുറഹ്മാൻ പറഞ്ഞത്രേ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ എനിക്ക് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ കാണിച്ചു തന്നാൽ മതി. അദ്ദേഹം പിന്നെ കഠിനാധ്വാനം ചെയ്ത് വലിയ സമ്പന്നനാകുന്ന സംഭവം അല്ലാണ്ട് കൊടുക്കും. ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും തിരിച്ചു പോകേണ്ടി വന്നാലും പ്രതീക്ഷയോടുകൂടി മരണത്തെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് പോവേണ്ടി വരുമെന്ന് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതം നശ്വരമാണ് എന്ന് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും മരിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവും. മരണം കഴിഞ്ഞുള്ള പോക്കിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം ഉണ്ടാകും, സ്വഭാവത്തിൽ സൂക്ഷ്മത ഉണ്ടാകും, ഇടപാടുകളിൽ നീതി ഉണ്ടാകും, സത്യസന്ധമായി ജീവിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹിജ്റ പോയാലോ? അള്ളാഹു നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുഹാജിറിന്റെ മനസ്സുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും മുഹാജിറിന്റെ മനസ്സുള്ള മുത്തഖിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ജുമുഅ കഴിഞ്ഞിട്ട് എല്ലാവരും ഹിജ്റ പോകണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഇടയിൽ ഇങ്ങനെ കയറി വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. ഒരു നല്ല മുഹാജിർ ജുമുഅക്കൊക്കെ നേരത്തെ വരും. ഏറ്റവും ഒടുവിൽ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊരാൾ ചിന്തിച്ചാൽ ഏറ്റവും ആദ്യം നരക വഴിയിൽ അവൻ നിൽക്കേണ്ടി വരുമെന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ വെള്ളിയാഴ്ച ആകെ നമുക്കൊരു ദിവസമല്ലുള്ളൂ. എന്ത് തിരക്കുണ്ടെങ്കിലും വെള്ളിയാഴ്ച ജുമാക്ക് ഖുത്ബ മിമ്പറിൽ ഖത്തീബ് കയറുന്നതിന് മുമ്പ് തന്നെ എത്തണം എന്ന് നിർബന്ധമുള്ളവൻ ഒരു മുഹാജിറിന്റെ മനസ്സുള്ളവനാണ്. കാരണം അവൻ മരണത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല ജാഗ്രതയും നല്ല ശ്രദ്ധയും ഒക്കെ ഉണ്ട്. ദീനീ വിഷയങ്ങൾ വന്നാൽ നമുക്ക് ജാഗ്രത അല്ല. ഇത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. ശരിക്കും മൂസാ നബിന്റെ ആൾക്കാരല്ലേ, അതേ അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ ഓരോ ദിവസം പോവാൻ. നമ്മൾ തന്നെ മാറ്റിപ്പണിയണം. ഖത്തീബ് പറഞ്ഞതുകൊണ്ടൊന്നും അതിൽ മാറ്റം ഉണ്ടായെന്ന് വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു, കുട്ടിൻ്റെ കല്യാണത്തിനാണ് വിളിച്ചത്. അപ്പൊ മുഹറം 10 കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, അത് അന്ന് പറ്റൂലല്ലോ, നാസിന്റെ ദിനല്ലേ. അപ്പൊ അവിടുത്തെ ഉസ്താദ് പറഞ്ഞെടുത്തു, മുഹറം മാസത്തിൽ തന്നെ വേണ്ട, ദുരന്തത്തിന്റെ മാസമാണ്, നഹ്സിന്റെ ദിനങ്ങളാണ്, നഹ്സിന്റെ ദിനങ്ങൾ തന്നെയാണ് മുഹറം. അതിൽ തർക്കമില്ല, ഖുർആൻ അത് പറയുന്നുണ്ട്. ഫാർസന അലൈഹിം റിഹൻ സർസറൻ ഫി അയ്യാമിൻ നഹ്സാത്ത് എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. ആർക്കാ നഹ്സ്? ആർക്കാണ് ഐത്തം? ആർക്കാ മുഹറം മാസം പ്രശ്നം? വിശ്വാസികൾക്കാ? ഞാൻ പറയാം, നല്ലൊരു കച്ചവടം ഒരാൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അയാൾ മുഹറത്ത് തുടങ്ങണം എന്നാ പറയാം. കുട്ടികളെ കല്യാണം നിശ്ചയിക്കണമെങ്കിൽ മുഹറം 10 പറ്റൂല, അന്ന് നോമ്പല്ലേ. കുട്ടികളെ കല്യാണം നിശ്ചയിക്കാനും സംരംഭങ്ങൾ തുടങ്ങാനും അന്ന് തന്നെ തുടങ്ങണം എന്നല്ല, അന്നാണ് ആ ഒരു സമയത്താണ് തുടങ്ങാനുള്ളതെങ്കിൽ ആ ഒരു പേരും പറഞ്ഞ ആ മാസത്തിൽ മാറ്റിവെക്കുന്നത് വലിയ വീഴ്ചയാണ്. സത്യവിശ്വാസികൾക്ക് അത് പറ്റൂല, നിഷേധിയാണ് ഈ പോട്ടെന്നൊക്കെ. കാരണം മുഹറം എന്നുള്ളത് സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷയും വിമോചനവും നൽകുന്ന മാസമാണ്. എന്തിനും വിമോചനം ഉണ്ടല്ലോ, ഒരു കച്ചവടത്തിലുള്ള വിപ്ലവം. ഭാര്യയ്ക്ക് ദിനാറും കൂട്ടരും നാട്ടിലേക്ക് വന്ന് കച്ചവടം ചെയ്ത് പറഞ്ഞ വിപ്ലവം സാധ്യമായി. എന്തെയ്തു വിപ്ലവം?
യാതൊരു തരത്തിലും ക്രമക്കേടില്ലാത്ത കച്ചവടം. അതൊരു വിപ്ലവമാണല്ലോ. ഒരു പുതിയ പഠനം ആരംഭിക്കാൻ മുഹറം മാസം പറ്റൂലേ? പല 2-3 ആളുകൾ എന്നെ വിളിച്ചു, ഇവിടുന്ന് വിളിച്ചു, ഇവിടുന്ന് അല്ലാത്ത നാടെന്ന് വിളിച്ചു. ആർക്കും മുഹറം മാസത്തിലൊന്നും ചെയ്യാൻ പറ്റൂല. എവിടുന്നാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത്? എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ, ആരാണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചത്? നമ്മൾ അതിൽ നിന്ന് മാറണം, അത്ര ചിന്താഗതിയിൽ നിന്ന് മാറണം. നല്ല നിയത്തോടു കൂടി ഏറ്റവും നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ, ഏറ്റവും നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ, ഏറ്റവും ആരോഗ്യകരമായ എന്ത് പരിപാടികൾക്കും സാധ്യതയുള്ള പ്രതീക്ഷയുള്ള മാസം തന്നെയാണ് മുഹറം മാസം. ചൊവ്വാഴ്ച എന്റെ പ്രശ്നം, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? കുറെ കാലമായി അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര, ഇപ്പം കഴിഞ്ഞ ഈ കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട കൂടോത്രത്തിന്റെ ചർച്ച നമ്മൾ കേട്ടു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ അക്കരെ പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ ആളുകൾ നാശാവുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ സാമിരിന്റെ പണിയാണ്. അയാളൊരു പശുക്കൂട്ടിനുണ്ടാക്കിയിട്ട് പൂജ ആരംഭിച്ചു, അങ്ങനെ ഷിർക്കിലേക്ക് പോയി. എത്ര പെട്ടെന്നാണ് ആളുകൾ ഷിർക്കിലേക്ക് പോകുന്നത്! എത്ര പെട്ടെന്നാണ് ആളുകൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ മറക്കുന്നത്! നമ്മുടെ മുമ്പിലുള്ള ഇത്തരം കാഴ്ചകളെ, ഇത്തരം സന്ദേശങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹിനെ മറന്നുകൊണ്ട്, അല്ലല്ലേ നമ്മളെ കൂടെ? ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും ഹിജ്റയിലെ ഏറ്റവും വലിയ പാഠം എന്താ അറിയോ? ഏറ്റവും വലിയ പാഠം റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ്. ആ ബോധ്യമാണ് സൗർ ഗുഹയിൽ നിന്ന് റസൂലുള്ള അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നത് റളിയല്ലാഹു അൻഹു. ആ പ്രഖ്യാപനമാണ് മൂസാ നബി അലൈഹി സ്വലം തന്റെ ആളുകളോട് പറയുന്നത്. ആ പ്രതീക്ഷയാണ് ഇന്ന് ഫലസ്തീനിലെ കുട്ടികൾ ഇന്നല്ലാഹ മഅന എന്ന് പറയുന്നത്. അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കരുത്തോടെ മുന്നോട്ട് പോവേണ്ടതാണ്. ഇത് അള്ളാഹുവിന്റെ മാസമാണ്, അള്ളാഹിന്റെ മാസത്തെ നഹ്സിന്റെ മാസം എന്ന്. നഹ്സിന്റെ മാസമാണ് ആർക്ക്? നിഷേധികൾക്ക്. ഒരാള് തന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ മാസത്തിൽ വേണ്ടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിഷേധികളുടെ കൂട്ടത്തിൽ പെടുന്ന ആളാവുന്നത് ഭയപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത്. വളരെ ആർജവത്തോടെ, സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ വിമോചനത്തിന്റെ പുതിയ കാഴ്ചകളും പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവേണ്ട മാസം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മുഹറം മാസം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്നലെ നമ്മുടെ ഒരു സഹോദരി ക്ലാസ് മൊയ്തുഖാന്റെ ഭാര്യ 95 വയസ്സ് ഹലീമ എന്ന സഹോദരി നമ്മോട് വിട പറയുകയുണ്ടായി. ഒരുപാട് കാലം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്ത ആളായിരുന്നു ക്ലാസ് മൊയ്തുഖ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായി വിവരങ്ങൾ അറിയില്ല. എങ്കിലും നമ്മൾ ഇടയിൽ നിന്നും ഇടക്കിടക്ക് ആളുകൾ എങ്ങനെ, എനിക്ക് തോന്നുന്നത് എൻ്റെ മഹലിൽ ഞാൻ 10-22 കൊല്ലം ജീവിച്ച ആളാണ്. ഒരാൾ മരിക്കുന്നത് കണ്ടതന്നെ ഓർമ്മല്ല. അതേസമയം ഇവിടെ വന്നിട്ടിപ്പോ 3 ആഴ്ചക്കിടയിൽ 6-7 ആളുകൾ മരണപ്പെട്ടു. ആളുകൾ കൂടുതലുള്ളൊരു മഹലായതുകൊണ്ടാവും. ആളുകളുടെ മരണം നമുക്ക് വലിയ സന്ദേശമാണ്. അതുപോലെ ഇന്ന് രാവിലെ മരണപ്പെട്ട മാളികപ്പറമ്പിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ നൗഫൽ, 26 വയസ്സുള്ള ചെറിയൊരു ചെറുപ്പക്കാരൻ നമ്മോട് ഇവിടെ പറഞ്ഞു. അള്ളാഹു നമ്മിൽ നിന്ന് വിറഞ്ഞു പോയ ഈ സഹോദരൻ, അതേപോലെ ഇന്നലെ മരണപ്പെട്ട ഹലീമ സഹോദരി, അള്ളാഹു അവർക്ക് 2 പേർക്കും സ്വർഗം നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിൽ കുറെ കാലമൊന്നും ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ജീവിക്കുന്ന കാലത്ത് ഒരു പക്ഷേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഈ ചെറുപ്പക്കാരന് വന്നിട്ടുണ്ടാകും, കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇത് വലിയൊരു പാഠമാണ്. ഏത് സമയത്തും അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയി ഈ സഹോദരൻ, ഈ ചെറുപ്പക്കാരൻ, പടച്ചവനെ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് കുറവുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾ എല്ലാവരും അവന് വിട്ടുപുറത്തു കൊടുക്കുകയാണ്. അവനെ നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവന്റെ ജീവിതം പൂർത്തിയാക്കാൻ കഴിയാതെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഖബറിനെ വിശാലമാക്കണമേ തമ്പുരാനെ. അവന്റെ വിടവ് മൂലം പ്രയാസപ്പെടുന്ന കുടുംബത്തെ നീ പ്രത്യേകം ശാന്തിയും സമാധാനവും നൽകി ഇനിയെങ്കിലും കൂടുതൽ കരുത്തോടെ ഈമാനോടെ ജീവിക്കാൻ അവന്റെ കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സഹോദരി നീ സ്വർഗം നൽകണമേ തമ്പുരാനെ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും പൂർണ്ണാർത്ഥത്തിൽ നീ പ്രതിഫലം നൽകി അവരെയും ഞങ്ങളെയും എല്ലാവരെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതേപോലെ ഞങ്ങളുടെ കുടുംബത്തിലും മറ്റൊക്കെ പ്രയാസപ്പെടുന്ന, ആരോഗ്യ പ്രയാസമുള്ള, ശാരീരിക പ്രയാസമുള്ള കുറേ ആളുകളുണ്ട്, നടക്കാൻ വയ്യാത്തവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. നീ എല്ലാവർക്കും ശിഫയും അനുഗ്രഹവും ദീർഘായുസ് നൽകി നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ജീവിതം ഖൈറാവുന്നിടത്തോളം കാലം സന്തോഷത്തിലും അഭിമാനത്തിലും ജീവിക്കാൻ ഞങ്ങൾക്ക് നീ പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും
നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. നമ്മുടെ കുട്ടികൾ ഇന്നലെ യാത്ര ചെയ്ത് ബസ് ഇന്നലെ മറിയുകയുണ്ടായി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒന്നും ആർക്കും പറ്റിയില്ല. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ എല്ലാവരെയും പ്രത്യേകം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും അവന്റെ സംരക്ഷണം ലഭിക്കുന്ന നല്ല മനസ്സുള്ള മുഹാജിറുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനും ഉപരി അള്ളാഹുവേ, നീ വിളിക്കുന്ന സമയത്ത് ഒഴിവ് കഴിവ് പറയാതെ, തടസ്സം പറയാതെ നിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് നാം. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് എവിടെ വെച്ച് മരിക്കുന്നുവെങ്കിലും നാഥ സന്തോഷത്തോടെ കെളിമ ചൊല്ലി, ബാധ്യതയില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ഹൃദയത്തിൽ സങ്കീർണതയില്ലാതെ, നാവിന് പടപടപ്പില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെളിമ ഉച്ചരിച്ച് നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ, നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويقاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم دمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا اغفر وارحم وأنت أرحم الراحمين. أقم الصلاة.